ഏറ്റുമാനൂർ നഗരസഭ 11-ാം വാർഡിൽ CPM നേതാവ് വിമത സ്ഥാനാർത്ഥിയായി രംഗത്ത്. CPM നേതാവും നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുൻ ചെയർമാനുമായ അഡ്വക്കേറ്റ് TP മോഹൻദാസാണ് ജനകീയ സമിതി സ്ഥാനാർത്ഥിയായി മത്സര രംഗത്ത് എത്തിയത്. പാർട്ടി തലങ്ങളിൽ നടന്ന ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് TP മോഹൻദാസ് മത്സര രംഗത്തെത്തിയത്. ദേശീയമായി ചില ആളുകൾ ഏറ്റുമാനൂർ നഗരസഭയിൽ നമ്മൾ എത്തരുത് എന്ന് ആഗ്രഹിക്കുന്നതും ആശിക്കുന്നവരുമുണ്ട്. അവരാണ് നമ്മളെ ഒറ്റപ്പെടുത്താനും ഈ ജനറൽ വാർഡിൽ നമ്മളെ ഒഴിവാക്കിക്കൊണ്ട് നിലവിലുള്ള മെമ്പറെ സ്ഥാനാർത്ഥിയാക്കി നമുക്ക് അവരോട് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷേ നമ്മളെ എന്തുകൊണ്ട് ഒഴിവാക്കി എന്ന് പറയേണ്ട ഒരു ബാധ്യത ഈ വ്യക്തികൾക്കുള്ളതാണ്. പല നേതൃത്വവും പല കോണുകളിൽ നിന്നും പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടിട്ടും ഈ ചില സഹാക്കൾ, പ്രത്യേകിച്ച് ഒരു വ്യക്തി അതിനനുവദിക്കാതെയും വഴങ്ങാതെ നിൽക്കുകയും എന്നെ മാറ്റി നിർത്താൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ നാടാവശ്യപ്പെട്ട് നമ്മൾ നാട്ടിനോടൊപ്പം നിൽക്കുന്നു. ആ നാട്ടുകാർ നമ്മളുടെ ആവശ്യത്തിരിക്കുന്ന സ്നേഹവും വിശ്വാസവും നമ്മൾ കാത്തുകൊണ്ട് നമ്മൾ എന്നും ജനങ്ങളോടൊപ്പം നിൽക്കും. LDF സ്ഥാനാർത്ഥിയായി മഞ്ജു അലോഷും NDA സ്ഥാനാർത്ഥിയായി KV സാബുവും UDF സ്ഥാനാർത്ഥി ഷീലയും പ്രചരണ രംഗത്ത് മുന്നേറ്റം കുറിക്കുകയാണ്. പുന്നത്തറ കറ്റോട് ജംഗ്ഷനിൽ മോഹൻദാസിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. i4 ന്യൂസ്, ഏറ്റുമാനൂർ.